ചെലവഴിക്കുന്ന ഈ മക്ക ഹറമിലും മദീന ഹറമിലും ഞങ്ങൾ ചെലവഴിക്കുന്ന ഓരോ സമയവും ഞങ്ങൾക്ക് നീ ആഖിറത്തിലേക്ക് ഗുണമുള്ളതാക്കണം. സമയത്തൊക്കെ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ നിന്നിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. ഞങ്ങളുടെ മനസ്സിൽ ആരോടും നീ പക നൽകല്ല, ദേഷ്യം നൽകല്ല. ഞങ്ങളെ നാക്കുകൊണ്ട് നോക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് എത്രയോ ബുദ്ധിമുട്ട് അനുഭവിച്ച പാവങ്ങളായ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇനി മേലാൽ ഞങ്ങളുടെ മക്കളിൽ അതുപോലുള്ള ദൃശ്യഭാവങ്ങൾ ഒരു ഒമ്പ്ര ചെയ്താൽ എന്ത് പ്രതിഫലമാണോ ലഭിക്കുന്നത് അത് മുഴുവനായും ഞങ്ങൾക്ക് നീ നൽകണം. ഒമ്പ്ര ചെയ്ത് കഴിയലോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ മാറ്റങ്ങൾ തരണം. ഞങ്ങളെ കണ്ടുകൊണ്ട് ഈ പുണ്യമായ നാട്ടിലുള്ള ആളുകൾ ശപിച്ചു പോകുന്ന ദുസ്വഭാവം ഞങ്ങൾക്ക് നൽകല്ല, നീ നൽകല്ല. ഞങ്ങളെ സ്വന്തം കാര്യത്തിന് മറ്റൊരുക്കല്ല മുമ്പിൽ ഞങ്ങളെ നീ താഴ്ത്തല്ല. ഞങ്ങളെ തലന നീ താഴ്ത്തല്ല. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണം, ഇസ്സത്ത് നൽകണം. ഞങ്ങൾ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന തൗഹീദിന്റെ കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന നല്ല മക്കളെ കുടുംബങ്ങളെ തരണം. നീ നൽകണം. മരിച്ചു കഴിയലോടുകൂടി ഞങ്ങളെ മറന്നു പോകുന്ന ദുരവസ്ഥ നൽകല്ല. ഞങ്ങളെ കൂട്ടത്തിൽ മാതാപിതാക്കൾ മരിച്ചുപോയവർ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവർ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ ഖബർ ഈ നിമിഷം നീ സ്വർഗമാക്കണം. ഞങ്ങളുടെ ഉമ്മയുടെ ചാരത്ത് നിന്ന് ചോദിക്കുന്നു, റബ്ബേ നീ സ്വർഗമാക്കണം. സ്വർഗത്തിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും ഖബറിൽ നീ എത്തിച്ചു നൽകണം. നീ എത്തിച്ചു നൽകണം. റബ്ബേ പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീ തുണ നൽകണം. നീ തുണ നൽകണം. ഞങ്ങളെ ഈ ഒരു സ്നേഹത്തിന്റെ ബന്ധം അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരു ഉംറയുടെ യാത്രയുടെ പേരിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു, സഹകരിക്കുന്നു. അല്ലാഹുവേ ഈ ബന്ധം നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലേക്ക് എത്തി നിൽക്കുന്ന നല്ല ബന്ധമാക്കണം. നല്ല ബന്ധമാക്കണം. ഈ പുണ്യമായ നാട്ടിൽ വെച്ച് ഞങ്ങളെ പറ്റി അല്ലാഹുവിനോട് ആരെങ്കിലും പരാതി പറയുന്ന രൂപത്തിലുള്ള ദുസ്വഭാവം ഞങ്ങൾക്ക് നൽകല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച മുഴുവൻ സിയാറത്ത് കേന്ദ്രങ്ങളും സിയാറത്ത് ചെയ്യാനും ഉംറ നിർവഹിക്കാനും അമലുകൾ ചെയ്യാനും നീ ഞങ്ങൾക്ക് ആഫിയത്ത് തരണം. ആയുഷ് നൽകണം. നൽകണം. ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല. പല ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പല കച്ചവടം ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും നീ വലിയ ബറക്കത്ത് കൊടുക്കണം. സലാമത്ത് കൊടുക്കണം. എല്ലാ ചതിയന്മാരെ ചതിയത്തെത്തും നീ കാവൽ നൽകണം. അങ്ങനെ പല വിഷമങ്ങൾ പുറത്തു പറയാത്ത എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. അവരെ മനസ്സിനുള്ളിൽ വിഷമങ്ങൾ അടക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അല്ലാഹ് നിനക്കറിയാമല്ലോ. അവരെ നീ ഫഖഹിലാക്കണം. സലാമത്താക്കി കൊടുക്കണം. നീ സ്വീകരിക്കണം. നീ കബൂലാക്കണം. റഹ്മാനായ റബ്ബേ, അവസാനം ഞങ്ങൾക്ക് ഞങ്ങളെ നേതാവിന്റെ കൂടെ ഇതുപോലെ ഖദീജ ഉമ്മയുടെ കൂടെ പരിശുദ്ധമായ സ്വർഗത്തിലൊരു സീറ്റ് നൽകണം. സ്വർഗത്തിലൊരു ഇടം നൽകണം.